ഹലോ ഗൈസ്. ഇപ്പോൾ ഗൈസ് ചെറുതായിട്ടൊരു പ്രശ്നം പറ്റിയത്. ഞാൻ 1 ബ്ലോക്കിൻ്റെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പെട്ടെന്ന് എന്തോ പറ്റി ഡിലീറ്റ് ആയിപ്പോയി വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ വേറെ വെച്ചില്ല 28 ബ്ലോക്ക് പൊട്ടിച്ചു. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് കണ്ടോ, ഞാൻ വെച്ചില്ല ഗൈസ്. ഇതേപോലെ അങ്ങ് വെച്ച് നമ്മുടെ ലോകം ഇവിടെ ഉണ്ടാക്കി തീർക്കും ഗൈസ്. കണ്ടിന്യൂറ്റി കിട്ടിയില്ലല്ലേ, അതുകൊണ്ട് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് പൊട്ടിച്ചപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ ചെസ്റ്റും കിട്ടി, പിന്നെയുള്ള ഒരു വുഡ് വെച്ചൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താ, നമുക്ക് ഫസ്റ്റ് ഇത് ഇങ്ങനെ വെക്കാം. ഈ ബ്ലോക്ക് നമ്മുടെ കയ്യിലുള്ള 7 പ്ലാങ്ക് എന്നൊക്കെ 7 മറ്റേ ഇതില്ലേ, എന്ത്, അയ്യോ ഇതിൻ്റെ പേര് ഡേർട്ട് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ബാക്കി 2 കൊണ്ട് തൽക്കാലം നമ്മുടെ കയ്യിരിക്കട്ടെ. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ മുമ്പിലുള്ളതാണ് നമ്മുടെ എന്താ മൈൻ ചെയ്തെടുക്കേണ്ട ബ്ലോക്ക്. ഇതെല്ലാം നിങ്ങൾക്ക് മിക്കവാറും എല്ലാ മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സിന് എന്താണെന്നൊക്കെ അറിയായിരിക്കും ഗൈസ്. അയ്യോ, പംകിൻ പൈ ഇതുണ്ടാക്കണമെങ്കിൽ മുട്ടയും വേണം, ഷുഗർ കീൻ. പിന്നെ എൻ്റെ ഷുഗർ കീൻ ഇരിക്കല്ലേ, കുറച്ചിത്, ഒരു വാള്, ഒരിത്. അയ്യോ, പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ട. ഈ പരസ്യം കണ്ട് ഇപ്പോൾ വരാം ഗൈസ്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, വൃത്തികെട്ട പരസ്യങ്ങൾ വരും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു തന്നായിരുന്നു എണീച്ചിക്ക് നമുക്ക് ആവശ്യമില്ല തൽക്കാലത്തേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കാം. ഒരിത് ഫുഡ് എടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ. സെറ്റ്. ഇനി നമുക്ക് നൈസായിട്ട് മൈൻ ചെയ്യാൻ തുടങ്ങാം. അയ്യോ, ക്രൗച്ച് ആൻഡ് മൈൻ. കുറേ ഫുഡ് കിട്ടുന്നുണ്ട് ഗൈസ്. പൊട്ടി നല്ലത് ഡേർട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പം കിട്ടുന്ന എല്ലാ സാധനവും നമുക്ക് നല്ലതായിരിക്കും. പച്ചയ്ക്ക് ഇപ്പം തന്നെ കിളിക്കാൻ തുടങ്ങി. ചെസ്റ്റിൻ്റെ അടിയിലൊക്കെ പച്ച കിളിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇപ്പം ചെറുതായിട്ട്, അതായത് ഇവിടെ ഇച്ചിരി ഒന്ന് അത്യാവശ്യം നല്ല വലുതൊക്കെ ആക്കിയിട്ട് ഗൈസ്, ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒരു സെക്ഷനിൽ വേറെ ഒരു സെക്ഷൻ അങ്ങനെ പോകാനാണ് എൻ്റെ പ്ലാൻ ഗൈസ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, എങ്ങനത്തെ വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ രാത്രിക്ക് നമ്മൾ മോബൊക്കെ സ്പോണാകുമെന്നാണ് പറയണത്, എനിക്കറിഞ്ഞൂടാ. ഗൈസ് നമ്മളിപ്പോൾ 58 എന്താ ബ്ലോക്കും കാര്യങ്ങളും, ഇപ്പോൾ 62 ബ്ലോക്കും കാര്യങ്ങളും പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടട്ടെ കറങ്ങി പൊട്ടട്ടെ കറങ്ങി പൊട്ടട്ടെ. കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 ഇത്രയും പോരെ ഗൈസ്. ഇത്രയും ബ്ലോക്ക് നമ്മളിവിടെ 9 വെച്ചില്ല. 9 ഇങ്ങോട്ട്, 9 അങ്ങോട്ട്, 9 അങ്ങോട്ട്, 9 വേണ്ടല്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. അയ്യോ, ഇപ്പം ഞാൻ പൊട്ടിച്ച് ഞാൻ താഴെ പോയാണ്. ഇത് കയ്യിൽ കിട്ടുമോ? ഇത് പൊട്ടിക്കരി ഇങ്ങനെ നിന്നിട്ട് പൊട്ടിക്കരി. 9 2 8 ബ്ലോക്ക് നമുക്ക് അങ്ങോട്ടും എല്ലാ സജ്ജയും എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പൊ ചത്തേനെ എൻ്റെ പൊന്നെ. സോ ഇതുവരെയായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്ബും കൂടി അങ്ങ് ചെയ്തേക്കുക ഗൈസ്. പൊട്ടിക്കട്ടെ 80 ബ്ലോക്കായി. ഓക്കെ, 100 അടുക്കാറായി. ഓക്കെ. കിട്ടിയതൊക്കെ പ്ലാങ്ക് ആക്കി ഇപ്പം തന്നെ വച്ചേക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെ ചത്തുപോയാൽ ഫുള്ള് സീനാവും. പിന്നെന്താ വെപ്പൺസ് ഇല്ല. ഞാൻ എന്താ ചെയ്യാൻ വെപ്പൺസ്? അയ്യോ, ഞാൻ ഇതുണ്ടാക്കി ശവലം കൂടെ പറഞ്ഞുണ്ടായി. ലൈഫ് തീർന്നൊക്കെ എടുത്ത് വച്ചേക്കാം. എന്നിട്ട് ഇപ്പോൾ മഴയല്ലേ, രാത്രി ആവാറായി ഗൈസ്. രാത്രി സോ ഡേഞ്ചർ ഗൈസ്. അത് ഏത് മൈൻക്രാഫ്റ്റിലാണെങ്കിലും അതല്ലോ, ഏത് മൈൻക്രാഫ്റ്റ് സാധനത്തിലാണെങ്കിലും രാത്രി റൊമ്പ ഡേഞ്ചർ. കോഴി
ഗൈസ് ഫൈനലി ഗൈസ് നമുക്ക് നമ്മുടെ കൂട്ടുകാരനായിട്ടൊരു കോഴീനെ കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം. കോഴി താഴെ പോലെ ഏട്ടാ, താഴെ പോലെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ ഫുള്ള് അയ്യോ 100 ബ്ലോക്ക് അവസാനം ഫൈനലി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഈ ആക്സ് വെച്ച് നമുക്ക് എല്ലാം പൊട്ടിക്കാം, അല്ലെങ്കിൽ പിന്നെ മാറ്റി എടുത്ത് നോക്കുമ്പോൾ ഒരുമാതിരി ഫൈനലി സ്റ്റാക്ക് ആവാറായിട്ടുണ്ട് ഗൈസ്. തീർത്ത് സ്റ്റാക്ക് ആവാറായിട്ടുണ്ട്. ജസ്റ്റ് വലിയ ഗുണമുള്ള സാധനമൊന്നും ഇല്ല ഗൈസ്. സീഡ് ഇരിക്കട്ടെ, സ്റ്റിക്ക് ഇരിക്കട്ടെ, ബാക്കി ഇതോടെ അങ്ങ് പറിച്ചെടുക്കാം. പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ പൊട്ടി പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ. പംകിൻ പിന്നെയും കിട്ടി, ഡേർട്ട് പിന്നെയും കിട്ടി, ഒരു സ്റ്റാക്ക് ആയി ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതൊന്ന് അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഉള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗൈസ് ഞാൻ ഇവിടെ ഇത്രയും വാങ്ങി ചെയ്യുന്നത്. ഇത് മാത്രം ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. എങ്കിലും നമ്മൾ ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഡോണ്ട് വെറി. ഇങ്ങോട്ടും ഒരു 10-15 ബ്ലോക്ക് അങ്ങോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് ബ്ലോക്ക് അങ്ങോട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ ചെയ്യാം ഗൈസ്. നമ്മുടെ കോഴിക്കോട്ടൻ അവിടെ ഉണ്ട് ഗൈസ്. ക്രൗച്ചില്ലേ കോഴിക്കോട്ട താഴോട്ട് പോകല്ലേ കേട്ടോ. താഴോട്ട് ഒരു കാരണവശാലും പോകല്ലേ. താഴോട്ടൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് മൈൻഡ് ചെയ്യേണ്ടി വരും ഗൈസ്. സോ ഈ സീരീസ് ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറൊക്കെ കമൻറ്റ് പറയുക ഗൈസ്. പൊട്ടട്ടെ ഇതാരാണിത്? അപ്പം കോഴിക്കുട്ടന് വേണ്ടി ഒരു ഫ്രണ്ട് കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കോഴിക്കുട്ടനും നമുക്കും ഇതിനെയൊക്കെ കറി വെച്ച് തിന്നാനുള്ളതാണ്, അത് വേറെ കാര്യം. കൊണ്ടട്ടെ ഇതിൻ്റെ അകത്ത് ഇനി 10 ലെവല് എൻ്റെ വരെയൊക്കെ പോയി നമുക്ക് എൻ്റെ ഡ്രാഗനെ കൊല്ലാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. കൊല്ലാൻ പറ്റി. വെള്ളയും കറുപ്പും. എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് വെള്ളയും കറുപ്പും. അല്ലല്ല പൊട്ടട്ടെ. ഇതും തീരാറായ ഈ ആക്സും. ജസ്റ്റ് ഗൈസ് വലിയ ഗുണമുള്ളതൊന്നുമില്ല ഗൈസ്. ഇതും കുറേ വെട്ടുകുത്ത് സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഗൈസ്. എന്ത് ചെയ്യാൻ പൊട്ടട്ടെ. ഇതൊക്കെ കണ്ട ഇപ്പുറത്തെ സൈഡിൽ ഗൈസ് നമ്മൾ എത്ര ബ്ലോക്ക് മൈൻ ചെയ്തൊക്കെ എഴുതി കാണിക്കണം. സത്യം. ആക്സ് നമ്മുടെ എല്ലാ പ്ലാങ്കൊക്കെ ആക്കി. നമുക്ക് വുഡിൻ്റെ ഇനി ആവശ്യമേ ഇല്ല ഗൈസ്. പൊട്ടട്ടെ 99+ ഒന്നും വേണ്ടെന്ന്. 2 3 4 ഉണ്ടാക്കിയ അയ്യോ പൊട്ടിക്ക് ഒരു ആവശ്യം ഉണ്ടായില്ല ഗൈസ്. ഇനി നമുക്ക് കിട്ടിയ വാല്യുബിൾ സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിലങ്ങ് വെച്ചേക്കാം. പംകിൻ 2 ചെസ്റ്റ് ഗൈസ്. ഞാൻ അപ്പോഴേ പറഞ്ഞു നിങ്ങളടുത്ത് പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം, സൂക്ഷിച്ച് വരണമെന്നൊക്കെ കേട്ടാ. എന്നിട്ടിപ്പോൾ എന്തായാ അനുഭവിച്ചോ. ചത്തിട്ട് എന്നെ ഒന്നും പറയരുത്. ഞാൻ നിങ്ങളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഒന്നും പോവല്ലേ എന്ന്. എന്ത് ചെയ്യാൻ, മൃഗങ്ങളല്ലേ. ക്രൗച്ച് കിട്ടില്ലെങ്കിൽ നമ്മൾ മുമ്പിൽ പോകും ഗൈസ്. മുമ്പസ്റ്റ് നമ്മൾ ഹേക്കും നമുക്ക് ആടെ നിൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റുന്നെങ്കിൽ അതേപോലെ പറ്റുന്നെങ്കിൽ രാവിലെ ആവണുണ്ടോയെന്നൊരു ചെറിയതായിട്ട് ഡൗട്ട് ഗൈസ്. ഞാൻ അങ്ങ് മാറി തന്നേക്കിനി. ഇനിയിപ്പോൾ ഞാൻ താഴെ തള്ളിയിടുന്നത് നിങ്ങൾ പറയണ്ടല്ലോ ഗൈസ്. നമുക്ക് വെട്ടി കറി വെച്ചിട്ട് ഞാനുള്ളൊരു മുതലാളി താഴെ പോയി. എന്ത് ചെയ്യാൻ. തേട്ടും കാര്യങ്ങളും നൈസോടെ തീർന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ എന്തിനാ പറയുന്നത് ചെസ്റ്റ് വെക്കാനില്ലേ, അത് ശരി.
ജസ്റ്റ് ഇത് ഈ ഭാഗത്ത് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത് നിൽക്കുക ഗൈസ്. കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ആവട്ടെ ഗൈസ്. ഞാൻ പറഞ്ഞു തരാം ഗൈസ്. എൻ്റെ ഐഡിയയും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉള്ളതെന്ന് ഗൈസ്. പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ. ഓ ഗൈസ്, ഇത് പൊട്ടിക്കാൻ വേറെ പണിയൊന്നും ഇല്ല ഗൈസ്. നല്ല പണിയെടുക്കും പൊട്ടിക്കുക. കുറെ ഡേറ്റ് മാത്രം കിട്ടണം നല്ലതാണ്. പക്ഷേ ഡേറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. കോഴി ഞാനങ്ങ് മാറാൻ ഉമ്മേ ക്രാഫ്റ്റിൻ്റെ അങ്ങനെ പൊട്ടട്ടെ. ഇപ്പം മിക്കവാറും കുറച്ചധികം നമുക്ക് അവിടത്തേക്ക് വെക്കാനുള്ള എന്തെങ്കിലും ആയിട്ടുണ്ടാകും ഗൈസ്. ഗൈസ് അവിടത്തേക്ക് വെക്കാനുള്ള ഇത് അങ്ങനെ ആയിട്ടുണ്ട്. ഗൈസ് കോഴി മുട്ട ഇട്ട് നമുക്കതെന്തായാലും പോയി എടുത്ത് വിരിയിച്ച് നോക്കാം ഗൈസ്. ദൈവമേ കോഴിയണേ പൊട്ടിയത് അപ്പുറത്തോട്ട് പോയാ ആവോ. പൊട്ടട്ടെ അങ്ങനെ പൊട്ടട്ടെ. അയ്യോട് കേട്ട് തീർന്നു. നമുക്ക് ആവശ്യത്തിലുള്ളത് പോലും ഉണ്ടായിരുന്നില്ല ഗൈസ്. അയ്യോ അതൊന്നും പൊട്ടി ജസ്റ്റ് ഗൈസ്. ഈ ഉപയോഗമില്ലാത്ത സാധനം മാത്രമേ കിട്ടുന്നുള്ളൂ. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഈ ഫുഡ് കിട്ടുന്നുണ്ട്, പിന്നെ കുറേ നമുക്ക് ഫാമിങ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം കിട്ടുന്നത്. വേറെ ഒന്നും ഉപയോഗമുള്ള സാധനം കിട്ടണില്ല. ഞാനങ്ങ് മാറുന്നേക്കാം. അവിടെ കയറി നിൽക്കാനാണെങ്കിൽ എന്താ അനിസരണ ഗൈസ്. 230 ബ്ലോക്കും കാര്യങ്ങൾ അവസാനം പൊട്ടിയില്ല. പക്ഷെ നമുക്ക് ഇതുവരെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതാണ് വേറൊരു ക്രൈസ് എന്ന് പറഞ്ഞാൽ ഗൈസ്. എന്നാലും നമുക്കിങ്ങനെ പൊട്ടിച്ച് പോകൊണ്ടിരിക്കാം. ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടി. ജസ്റ്റ് വാട്ടർ ബക്കറ്റല്ലേ ഇത്? ആവശ്യം വരും എന്നിട്ട് ആവശ്യമുണ്ട്. ഐസും പുറത്തിരിക്കട്ടെ, വാട്ടർ ബക്കറ്റും പുറത്തിരിക്കട്ടെ. പിന്നെ ഒരു ഇതിന് വന്നേക്ക്. ആ പിക്കാക്സ് പൊട്ടിയത് ലെവൽ അപ്ഗ്രേഡ് ലെവൽ 2 കണ്ട്. ഇനി 10 ലെവൽ വരെ എങ്ങാണ്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ലെവൽ 2 മൈൻ ചെയ്യുന്ന മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. ഇനി അങ്ങോട്ട് അങ്ങോട്ടൊരു 10 ബ്ലോക്കും കൂടി വച്ചേക്കാം ഗൈസ്. ഇത് ആവശ്യം വരുമെന്ന് അറിഞ്ഞൂടെ. പിന്നെ വെറുതെ വച്ചേക്കുന്നുണ്ട്. 4 5 6 7 10 ഗൈസ്. ഇത്ര 10 വേണ്ടല്ലേ ഗൈസ്. വെറുതെ ഇത് ഗൈസ് ഇത് തന്നെ മതി ഗൈസ്. അത് പൊട്ടിക്കല്ലേ എല്ലാം കാണുന്നുണ്ട്. അയ്യോ അത് പൊട്ടിക്കല്ലേ. ഒരു ബ്ലോക്ക് നമുക്ക് കൂട്ടിയേക്കാം. താഴെ ഇല്ല, ഭാഗ്യത്തിന് പോയില്ല ഗൈസ്. കൂട്ടി വെക്കാനുള്ളതുണ്ട് ഗൈസ്. ഈ ഒരു റോ കംപ്ലീറ്റ് ആകാനുള്ളതുണ്ടായിട്ടുണ്ട്. മഴ അങ്ങോട്ട് മാറും. വെച്ചാൽ ഗൈസ് തൽക്കാലം നമുക്ക് ഇത്രയും മതി ഗൈസ്. നമുക്ക് ഈ ചെസ്റ്റ് കുടിക്കരുത്. ഏകദേശം നടക്കുന്ന പറഞ്ഞാൽ ഇതാണല്ലോ. അതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണം,
പിക്കാക്സ് നമ്മൾ അത് പൊട്ടിന്ന് തോന്നുന്നു ഗൈസ്. ഓ രാവിലെ ഒരു 1 2 3 4 5 6 7 8 10 15 ചെസ്റ്റ് അങ്ങ് ഉണ്ടാക്കിയാൽ ഗൈസ്. എന്തിനാണല്ലേ ആവശ്യമുണ്ട്. തൽക്കാലം ഇത്രയും മതി. ചെസ്റ്റിൻ്റെ കയ്യിൽ തന്നെ 7 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമുണ്ട്. കണ്ട ഇങ്ങനെ 2 നിലയിട്ട് ഇങ്ങനെ നടുക്ക് വെക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഒരു 1 2 3 4 5 ചെസ്റ്റും കൂടി വേണം ഗൈസ്. അത്ര ഉണ്ടാക്കാനുള്ളത് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമ്മുടെ കയ്യിൽ 6 ഉണ്ട് ഗൈസ്. 1 2 3 4 5 ഗൈസ്. ഇതിങ്ങനെ വെച്ചാൽ തുറക്കാൻ പറ്റും ഗൈസ്. ഞാൻ നോക്കിയതാ ഗൈസ്. ഇങ്ങനെ എന്നിട്ട് അവസാനത്തെ ഒരു ചെസ്റ്റും കൂടി ഉണ്ട് ഗൈസ്. ഇവിടെ അങ്ങ് വെക്കുക. എന്നിട്ട് ഗൈസ് ഞാൻ പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു തരാം ഗൈസ്. അതായത് നമ്മുടെ ഗൈസ് ഇങ്ങനത്തെ ഒരു 4-5 പ്ലാറ്റ്ഫോം കാണും ഇവിടെ. എന്നിട്ട് ഇതിനകത്ത് ഓരോ സൈഡിൽ ഗൈസ്. അതിപ്പോൾ ഈ സൈഡിൽ നമ്മൾക്കത് ഈ നാച്ചുറൽ, അതായത് ഈ സീഡ്, പൂച്ചെടി അങ്ങനത്തതൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവില്ലേ ഗൈസ്. അതൊക്കെ അത് ഇവിടെ അങ്ങോട്ട് വെക്കുക. സീഡ്സും മരങ്ങളും പൂക്കളും എല്ലാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കത് ഇവിടെ അങ്ങിടാം ഗൈസ്. ഗൈസ് അല്ലേ, അത് ഈ 2 ചെസ്റ്റിന് സീഡ്സും പൂക്കളും എല്ലാം ഗൈസ്. അത് ഈ പംകിന് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇവിടെ. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഫുഡ്, അതായത് പച്ചക്കറി, എല്ലാ വെജിറ്റബിൾസ്, ഈ പൊട്ടറ്റോ അങ്ങനത്തെ സാധനങ്ങൾ ഫുൾ ഇവിടെ. അത് ഇവിടെ ഗൈസ്. പിന്നെ ഗൈസ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വുഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ ഗൈസ്. വുഡ് ഇങ്ങനെ വുഡ്, പ്ലാങ്ക്, പിന്നെ സ്റ്റിക്ക്, പിന്നെ ഡേറ്റ്, അതൊക്കെ ഇവിടെയാണ് വെക്കണത് ഗൈസ്. പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെക്കണം ഗൈസ്. അത് നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഗൈസ്. തൽക്കാലം നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഇന്ന് ഈ ഒരു വെപ്പൺസിൻ്റെതും നമുക്ക് ഇതിൻ്റെ ഈ മൈൻഡ് ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് തന്നെ വെക്കാം ഗൈസ്. വെപ്പൺസിൻ്റെതും പിന്നെ വേറെ ഒരു ചെസ്റ്റിനുള്ളതുണ്ട്. ഇതാണ് ഗൈസ് മെയിൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൈസ് തൽക്കാലം ഇവിടെയാണ് വെച്ചത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റയർ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പം ഡയമണ്ട്, ഗോൾഡ്, നമ്മുടെ സിറ്റുവേഷനനുസരിച്ച് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അവിടെയാണ് വയ്ക്കുന്നത്. മനസ്സിലായി കാണും നിങ്ങൾക്ക്. അവിടെയാണ് നമ്മൾ വയ്ക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഐശ്വര്യമായിട്ട് നമുക്കിതങ്ങ് കൂടി തുടങ്ങാം. 2 3 ഗൈസ്. അത് കോബിൾ സ്റ്റോൺ, അതായത് കോബിൾ സ്റ്റോൺ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ അവിടെ തന്നെ വയ്ക്കുന്നത് ഗൈസ്. പിന്നെ വുഡിൻ്റെ ക്ഷാമം വരുമല്ലോ. വുഡിൻ്റെ നല്ല ക്ഷാമം വരും ഗൈസ്. ഓ മൈ ഗാഡ്, അയ്യണല്ലേ ഞാനൊക്കെ എൻ്റെ കൺമുമ്പിൽ കാണുന്നത്. വേറെ മിനിറ്റ് ആദ്യത്തെ അയ്യനാണ്. കൊണ്ടുപോയി കളയാണെന്ന് എനിക്ക് വയ്യ. ആദ്യത്തെ അയ്യനാണ് നമ്മളെ ഗൈസ്. കോഴി പിന്നെയും മുട്ട ഇല്ല ഗൈസ്, മുട്ട വിരിഞ്ഞിട്ടൊന്നും പറ്റില്ല. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണതുകൊണ്ട് 4 പിക്കാക്സ് ഉണ്ടാക്കണതുകൊണ്ട് നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം നമ്മുടെ വെപ്പൺസ്. യെസ് ഗൈസ്. എന്നിട്ട് നമ്മളെ അവിടുത്തെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ. വെപ്പൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. ഇവിടെ അങ്ങ് നമ്മുടെ സ്പെയർ വെപ്പൺസും കാര്യങ്ങളൊക്കെ വെച്ചെടുത്തേക്കാം. സ്റ്റോണിൻ്റെ അവിടെ ഗൈസ് നമുക്ക് കിട്ടിയ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം ഗൈസ്. സ്റ്റോൺ മാത്രമല്ല ഗൈസ് നമ്മളിവിടെ വയ്ക്കുന്നത്, കുറേ ഗ്രാവലും അതും ഇതെന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഫാമിംഗ് ഒക്കെ ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ളത് നമുക്കിവിടെ സെറ്റപ്പ് ആക്കാം ഗൈസ്. പിന്നെ നമുക്കത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം ഗൈസ്. മോനെ അവനെയും ഇവനെയൊക്കെ പോലെ നീ താഴെ ഒന്നും പോവില്ല. കോഴി നിൻ്റെ അടുത്തും കൂടെയാണ് ഞാൻ അറിയാതെ തട്ടിക്കഴിഞ്ഞ് നീ താഴെയാണ് കിടക്കണം. ഓക്കെ, ഇഷ്ടം പോലെ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്.
ജസ്റ്റ് ഏതൊരു വാല്യുബിൾ ആയിട്ടുള്ളത് കിട്ടണേ. വാല്യുബിൾ എന്ന് പറഞ്ഞാൽ ഗൈസ് നിങ്ങളൊന്ന് പോയി തരും. ഉയ്യോ താഴെ വീഴ്ത്തല്ലേ കാശ് എലുമിനാറ്റി. കാശ് അവന് എയറിലൊക്കെ നിൽക്കും. എനിവേസ് നമുക്കിതൊക്കെ കൂട്ടുക. കോഴി ആളിച്ചിരി പെശകാണ് ഗൈസ്. ആൻഡ് ഞാൻ പറയാം വാല്യുബിളിൻ്റെ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കണ ഈ അയൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്. അയൺ എടുത്ത് നമ്മൾ ഇരട്ടി ഇവിടെ നോക്കും. ബോണും കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ് വയ്ക്കുന്നത് ഗൈസ്. ഒരു ചെസ്റ്റ് കിട്ടി. തൽക്കാലം നമ്മൾ മുഖ്യമാർന്നത് ചേഞ്ച് ചെയ്യേണ്ടി വരും ഗൈസ്. മിക്കവാറും ചേഞ്ച് ചെയ്യേണ്ടി വരും. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഇവിടെ എല്ലാത്തിനകത്തും ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഇവിടെ ആയിരിക്കും വയ്ക്കുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഫർണസ് ഒരെണ്ണം ഉണ്ടാക്കിയേ. ഫർണസിൻ്റെ അടുത്ത് ഗൈസ് എങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പം ഉണ്ടാവുള്ളൂ ഗൈസ്. അതുകൊണ്ട് കേട്ടോ വേറെ ഒന്നും കിട്ടില്ല. അയ്യൺ ഗൈസ്, അയ്യൺ നല്ലോണം കിട്ടണം. പന്നി അവിടെ പോയി കളിച്ചു, അവരുടെ കൂടെ പോയി കളിച്ചു ഗൈസ്. അയ്യൺ നമുക്ക് നല്ലോണം കിട്ടുന്നത്. കോളം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മൈൻഡ് ചെയ്യാം ഗൈസ്. അത് നമ്മുടെ കയ്യിൽ വുഡ് ഭയങ്കര കുറവാണ്. അയ്യൺ പൊട്ടിച്ചോ. ഓ കോള് കിട്ടി. അയ്യണും കിട്ടി ഗൈസ്. 3. ഓക്കെ ഗൈസ് 3 10-15 കിട്ടി കാണും ഗൈസ്. അവിടെ ഒരു അയ്യണും കൂടി ഞാൻ കണ്ടിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. ഒരു കോളുണ്ട് ഗൈസ്. കോളിൻ്റെ എല്ലാം ഉണ്ട്. എൻ്റെ ബ്ലോക്ക് ഓഫ് റോ അയ്യൺ. പിന്നെ അതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെറുതെയാണ് ഗൈസ് അതൊക്കെ. ഇപ്പം ഇച്ചിരി വെട്ടമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഒരായം കിട്ടി ഇതിനെ ഷീൽ ചെയ്തിട്ട് ഒരു വൂള് കിട്ടുമല്ലോ ഗൈസ്. അത് നമുക്ക് എടുത്ത് വെക്കാം. നമ്മുടെ ബെഡും ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും അതിനെപ്പറ്റിയും പേടിക്കേണ്ട. അതല്ല എനിക്ക് പേടി. ഇവന്മാർ ചാടി താഴെ നമുക്ക് വേറെന്തോ പോലും കുഴപ്പമില്ല. ഷീപ്പ് മാത്രം പോലും. കാരണം ബെഡിന് വേണ്ടിയുള്ള ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. വെളിച്ചം തീർന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പോകും. എല്ലാവരും ഇവിടെ എന്തിനാണ് വന്നേക്കുന്നത്? എൻ്റെ കയ്യിൽ ഫുഡൊന്നുമില്ല. കോഴി അയ്യോ കോഴീനടിച്ചതാ. നിങ്ങളെങ്കിലും എന്നെ പോവേണ്ടത്. 6 അയൺ ഗൈസ്. ഒരു ടോർച്ചും കൂടെ അങ്ങ് ഉണ്ടാക്കട്ടെ. ടോർച്ച് ഒരു ടോർച്ച് ഉണ്ട് ഗൈസ്. ഇവിടെ ഇട്ടങ്ങ് വെച്ചേക്കാം. ഓക്കെ. അയ്യോ എനിക്ക് ഈ ടോർച്ച് പിടിച്ച് ഈ അറ്റത്തേക്ക് വെച്ചാൽ വെളിച്ചം കൊടുക്കും. നോക്കട്ടെ. എസ് ഗൈസ് വെളിച്ചം പക്ഷെ ഇപ്പോഴും പെൻഡിങ് ആണ് വെളിച്ചം. ഇവിടെ വെച്ചേക്കാം. ഓക്കെ ഗൈസ് നാളെ അറ്റത്ത് നടക്കും. നമുക്ക് നടുക്കൊക്കെ ലൈറ്റ് വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ബാക്ക് ടു മൈനിങ്. പൊട്ടട്ടെ. റയർ ചെസ്റ്റ്. മൈ ഗോഡ്, റയർ ചെസ്റ്റ്. 2 ഡയമണ്ട്, ചെസ്റ്റ് പ്ലേറ്റ്, സോഡ്, ഹോഴ്സ് ആർമർ. ഓ മൈ ഗോഡ് ഗൈസ് അത് ശരിക്കും റയറായിരുന്നു ഗൈസ്. ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും റയറായിരുന്നത് ഗൈസ്. എൻ്റെ പൊന്നെ. നിക്ക് ഞാനൊരു വാല്യുബിലിറ്റി പെട്ടെന്ന് വെച്ചിട്ട് വരാം. ഓ ഗൈസ് ഡയമണ്ട് ഗൈസ് ഇത് രണ്ടും നമുക്ക് എടുത്ത് എക്യുപ്പ് ചെയ്ത് വെച്ചേക്കാം. ഡയമണ്ടിൻ്റെ സാധനത്തിൽ
നമ്മൾ ഡയമണ്ട് ഇതായിട്ടാൻ പോകുന്നു. ഇത് ഇട്ടപ്പോൾ തന്നെ എന്തോ ഒരു ലുക്ക് കയറി ഗൈസ്. റയർ ചെസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ ഇവിടുത്തെ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനിങ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള മറ്റേ ഈ പിക്കാക്സും ഈ അതൊക്കെ നമ്മൾ അവിടെ ആയിരിക്കും. ഇപ്പം നമ്മുടെ ഇതൊന്നും ഇല്ല ഗൈസ്, വഴിയേ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അയൺ ഗൈസ്. എനിക്ക് ഡയമണ്ട് കിട്ടും. ഞാൻ റയർ ചെസ്റ്റ് ആലോചിച്ചപ്പോൾ അത്രയും വരുന്നില്ല ഗൈസ്. റയർ ചെസ്റ്റ് ഇനി ഉണ്ടാവാനേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അയൺ ഇനി നമുക്കൊരു അയണിൻ്റെ ഹെൽമെറ്റൊക്കെ ഉണ്ടാക്കി വരും. ഈ 3 റോ അയണും കൂടി ഇവിടെ വെച്ചേക്കാം. ഗൈസ് ഇപ്പോൾ തന്നെ ഇത് തീരും ഗൈസ്. ഫൈൻഡ് ഗൈസ്. തൽക്കാലം ഗൈസ് അമ്മേ നമ്മൾ ചെറിയൊരു ഫാം ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ അങ്ങ് ചെറിയൊരു ഫാം ഉണ്ടാക്കാം. ചെറിയൊരു ഫാം ഗൈസ്. എന്നിട്ട് ചെറുതായിട്ടൊരു പാർക്കൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. തൽക്കാലം ഫുഡ് പിടിക്കട്ടെ. ചെറിയൊരു പാർക്കൂർ. വാല്യൂസ് 8 അയ്യണുണ്ട്. അയ്യണൊക്കെ നമുക്ക് വാല്യൂസിൽ എടുത്ത് നോക്കാം. പിന്നെ വേറെ വാല്യൂസ് ചെയ്യാൻ കോൾ വാല്യൂ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഇവിടെ വയ്ക്കുക. ബ്ലോക്ക് ഞാൻ എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് ഗൈസ്. ഇത് പോയി കഴിഞ്ഞാൽ എല്ലാം പോകും. എല്ലാം എടുത്ത് വെച്ചേക്കാം ഗൈസ്. എന്തൊക്കെ എപ്പോഴൊക്കെ ആവശ്യം പറഞ്ഞെന്ന് പറയാനേ പറ്റില്ല ഗൈസ്. ഒരു സ്റ്റാക്ക് വുഡ് മാത്രം മതി. ഒരു ബ്ലോക്ക് മാത്രം മതി. ഡയമണ്ട് ആർ. എങ്ങാനും ഇത് ചത്തുപോയാലേ എല്ലാം പോയില്ലേ. അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ നിൽക്കാനട്ടാ. ഓക്കെ, സ്റ്റാർട്ട് അഡ്വഞ്ചർ. എനിക്കറിയാം. ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മാറി നിന്ന് പൊട്ടിച്ച് കളയാം ഗൈസ്. താഴെ ഇങ്ങനെ വന്നില്ലേ. ഇനി ഗൈസ് നമുക്ക് ഇവിടെ ഒരു ബ്ലോക്കും കൂടി അങ്ങ് പൊട്ടിച്ച് കളയാം. പൊട്ടിക്ക്. ഓക്കെ, യെസ്. അപ്പോൾ ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇച്ചിരി ഫാമിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വേണം. അതിനാണ് ഗൈസ് ഞാൻ അത്രയും റിസ്ക് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ടൂൾസ് ക്യാം നമ്മൾ ഇതൊക്കെ എടുത്ത് കയ്യിൽ തന്നെ വെച്ചേക്കാം ഗൈസ്. എല്ലാം പോരട്ടെ. വാട്ടർ ബക്കറ്റ്, പാൻറ്, ലഗിൻസ്, യെസ് ഓഫ് കോഴ്സ്. ഇത് വെച്ച് നമുക്ക് ഫുള്ള് സ്റ്റിക്ക് ഉണ്ടാക്കാം ഗൈസ്. ടോർച്ച് കൊണ്ട് ഉണ്ടാക്കിയേക്കാം. പിക്കാക്സ്, കുറേ പിക്കാക്സ് കൊണ്ട് ഉണ്ടാക്കിയേക്കാം. നമ്മളിപ്പോൾ ഫാമിങ്ങിൻ്റെ കാര്യമാണ് ചെയ്യണമെന്ന് എനിക്ക് അറിയാം. അതിനോ നമുക്ക് ഇത് രണ്ടും എടുത്ത് ഇവിടെ ഒന്ന് വെച്ചേക്കാം. ടോർച്ച് ലൈറ്റ് ആൻഡ് നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം ഗൈസ്. അടുപ്പൊക്കെ കയ്യെടുത്ത് വച്ചേക്കാം ഗൈസ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. എന്നിട്ട് ഈ ഐസ് ബക്കറ്റിങ്, ഈ ഐസിങ് പോരട്ടെ. മേ ബി ഇവിടെ വച്ചാലത് കുറച്ച് ഈ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ മാറുമെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മുടെ ഇതെവിടെ
ഹോ എവിടെ ഹോ എവിടെ ഹോ എവിടെ ഹോ എവിടെ അയ്യോ എൻ്റെ ഹോ എവിടെ എൻ്റെ ഹോയെ ആ ഹോ ഉണ്ട് ഗൈസ് ഹോ പോയി കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ എല്ലാം മക്കിച്ചില്ല വെയിൽ കാരണം ഗൈസ് അതങ്ങ് ഇങ്ങനെ പൊക്കോളും ഗൈസ് എന്നിട്ട് ശരി നമ്മുടെ സീറ്റ്സ് മരം കുറച്ച് 3 സെറ്റ്സ് മരം പിന്നെ പൂവൊന്നും വേണ്ട ഗൈസ് ഈ 5 നമുക്ക് അറ്റത്തായിട്ട് വെക്കാം ഇല്ലെങ്കിൽ ഇവര് വളരെ സീഡ്സ് നല്ല വെള്ളമുള്ള സ്ഥലത്താണ് പെട്ടെന്ന് അങ്ങ് വളർന്നോളും അപ്പോൾ ഗൈസ് ഞാനങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം വീണേനെ ഗൈസ് ഇനി നമുക്ക് ഇച്ചിരി അയൺ ആർമർസ് അങ്ങ് സെറ്റാക്കാം ഗൈസ് ഇവിടെ 3-6 കണ്ടേ ഉള്ളൂ ഉള്ളതെല്ലാം പ്ലാങ്ക് ആക്കിയേക്കാം ഗൈസ് ഇനി നമുക്ക് എന്തൊക്കെ വേണ്ട ഒരു ഹെൽമെറ്റ് ഉറുപ്പാണ്ടിന് 4 അയ്യണും കൂടി വേണം പാർക്കോ കിങ് ആണെന്ന് അറിയല്ലേ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് ഇതങ്ങോട്ട് വെക്കാം നമ്മുടെ ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചേക്കാം ഗൈസ് ഈ മരത്തിൻ്റെ ആവശ്യം നിൽക്കുന്ന എല്ലാ തൂവലൊക്കെ അവിടെ ഇരുന്നോട്ടെ ഗൈസ് തൂവലൊക്കെ ഇവിടെ ഇരുന്നോട്ടെ വെള്ള കളർ അംശമുള്ളതൊക്കെ അവിടെ ഇരുന്നോട്ടെ ഇനി ഗൈസ് പിക്കാക്സ് എടുത്ത് നമുക്കങ്ങ് പൊട്ടിക്കാൻ തുടങ്ങാം അതിന് മുമ്പ് വെയിറ്റ് നമുക്കൊരു ഷീർ ഉണ്ടാക്കണം ഗൈസ് ഷീർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ഷീർ എവിടെ ഷീർ ആടിന ഇത് ചെയ്യാനുള്ള സാധനം തന്നെയല്ലേ ഷീർ ഇത് തന്നെ 2 അയ്യൻ വേണം ഗൈസ് വെയിറ്റ് അല്ലെങ്കിൽ വേണ്ട ഗൈസ് ഇപ്പം വേണ്ട തൽക്കാലം ഇത് വിട്ടിരിക്കട്ടെ നമുക്ക് അഗെയിൻ ബി ബാക്ക് ടു മൈനിങ് ഗൈസ് 400 സംതിങ് ഇത് റയർ ചെസ്റ്റ് അല്ല ഗൈസ് അതിനോ ഗൈസ് ഇത് ഇങ്ങനത്തെ പൊട്ട സാധനങ്ങളെ കിട്ടുള്ളൂ ഗൈസ് ഇതിൻ്റെ ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ കോളാത്ത ഗൈസ് ഐറ്റംസേ കിട്ടത്തുള്ളൂ അതെനിക്കറിയുന്നു അറിയാം സത്യം ഗൈസ് ഇതെടുത്ത് ഇപ്പം വയ്ക്കാം തൽക്കാലം ഇത് ചെസ്റ്റിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ പൊട്ടട്ടെ അയ്യൺ കൈ കിട്ടണ അയ്യണൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ അങ്ങ് വെച്ചേക്കാം ഗൈസ് 450 ബ്ലോക്കൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് പൊട്ടിയിട്ടുണ്ട് പൊട്ടട്ടെ നമുക്കിപ്പോഴേ ഈ ഒരു ഐലൻഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഫാമൊക്കെ നമ്മളെടുത്ത് ചിലപ്പോൾ മാറ്റുമായിരിക്കും ഗൈസ് അപ്പോൾ ഗൈസ് അതിന് ചിലപ്പോൾ വേറൊരു പന്നി ഉണ്ടായിരുന്നതാ പന്നിയും പോയി കോഴിയും പോയി കോഴി തന്നെ അടിച്ചു വന്നതാണ് പിന്നെ വേറെ 2 പന്നിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ അടിച്ചു വന്നതാണ് അല്ല അത് ഓട്ടോമാറ്റിക് സാധനം എനിക്ക് ഐഡിയ ഉണ്ട് അതായത് ഞാൻ നമ്മൾ ഇഷ്ടം പോലെ സാധനം ഇച്ചിരി ഇതുണ്ടാക്കിയേ ഒരു മതിയെന്ന് തോന്നുന്നു ഗൈസ് ചെസ്റ്റ് ഗൈസ് തൽക്കാലത്തേക്കുള്ളത് ഇവിടെ ഒരു ജസ്റ്റ് കൂടി വച്ചേക്കാം ഗൈസ് എന്നിട്ട് രാത്രി ബെഡിൻ്റെ ആവശ്യം വലുതായിട്ട് വരില്ല തോന്നുന്നു ഗൈസ് ഇടണോ ഇങ്ങോട്ട് അവിടെ തന്നെ വച്ചേക്കാം ഗൈസ് ഇങ്ങോട്ടിൻ്റെ സാധനമൊക്കെ സ്റ്റോണിൻ്റെയും ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ കോളം ഇവിടെ തന്നെ ഇരിക്കട്ടെ ബോണൊക്കെ നമുക്ക് അവിടെ വേണ്ട ബോൺ ഇത് ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഗൈസ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടോർച്ചൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും പോലെ ഇങ്ങനെ വച്ച് പൊട്ടി അതായത് ഇത്
വെച്ചിങ്ങോട് ഈ ചെസ്റ്റ് മുക്കിയാണ് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചേക്കാന്നുള്ളൂ. നമ്മൾ പിന്നെ മാറ്റേണ്ടി വരും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിത് പെട്ടെന്നൊന്ന് ഇപ്പം ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഗൈസ് കണ്ട ഇങ്ങനെ ഒരു ഐലൻഡ് വെച്ചിട്ട് ഓരോ പാർട്ടിനും ഓരോ നമ്മൾ എന്നിട്ട് മറ്റേ സ്റ്റോൺ സ്ലാബാ വുഡ് സ്ലാബാന്ന് എങ്ങനെ എന്താന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ പോയിട്ട് ഐലൻഡും കാര്യങ്ങളൊക്കെ പണിയും ഗൈസ്. അപ്പോൾ ഗൈസ് സോ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.